ഹലോ, സജിത്ത് കൊടുങ്ങല്ലൂർ അല്ലേ? അതെ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രളയത്തിന്റെ ഇതാണല്ലോ ഉണ്ടായത്. അപ്പോൾ അത് എങ്ങനെയാണ് താങ്കൾക്ക് ഉണ്ടായി? ഇവിടുത്തെ ഏറ്റവും വലിയൊരു രക്ഷകനായിട്ട് താങ്കളെ കാണുന്നുണ്ട് ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നിട്ട്. ഇല്ല, അങ്ങനെ എല്ലാവരും രക്ഷിക്കാൻ പറ്റില്ല. അതെന്താ വെച്ചാല് നമ്മുടെ കുളമ്പുണ്ടല്ലോ, നമ്മുടെ പപ്പേന്റെ അടുത്ത് വന്നതാണ് ഞാൻ. അതെ, ശരി. അപ്പൊ ഇന്നലെ വൈകിട്ടാണ് എത്തണത്. സൂര്യന്റെ സുഹൃത്താണ്, അറിയാം. വലിയ കുടുംബമാണ് ഇവിടെ. ഞങ്ങപ്പോ കൊളംബില് വന്നു. ഇന്നലെ രാത്രി അവിടെ നിന്ന് സ്റ്റേ ചെയ്ത്. ഞാനപ്പോ തൃശ്ശൂർ വർക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഇടക്കിടക്ക് ഇവിടെ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊളംബില് നിക്കുമ്പോ രാത്രി ഒരു 6 മണി തൊട്ട് നല്ല മഴ ഇവിടെ. അപ്പൊ ഞങ്ങൾ അവിടെ കൊളംബില് സ്റ്റേ ചെയ്തു. ഒരു രാത്രി 2 മണിയായപ്പോ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. അത് ശരി. അപ്പൊ മഴ നിക്കണില്ല. അങ്ങനെ കൊളംബിലൊരു ഉറക്കം കിട്ടിയിട്ടില്ല. അവിടെ ചെറുതായിട്ട് ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പേട്ടൻ പറഞ്ഞു വെളുപ്പിനൊക്കെ ആയപ്പോ മഴ നല്ലോണം പെയ്യുന്നുണ്ട്, ശബ്ദം കേൾക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ചു നോക്കിയപ്പോ പുള്ളിയാണെങ്കിൽ കയ്പൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറെ കൃഷി നടത്തുന്നുണ്ട്. അത് 7 ഏക്കർ 12 ഏക്കറോളം. അതിലിപ്പോ ഒരു നല്ലോണം കയ്പിട്ടുണ്ടായിരുന്നു. പുള്ളി 1 ലക്ഷം രൂപയോളം മുടക്കി ചെലവ് ചെയ്തിട്ട് ഒരു 5 മണിയായപ്പോ ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോ കയ്പ അവിടെ ഉണ്ട്. ഒരു 6 മണി 5:30 ആയപ്പോ മലവെള്ളം അങ്ങോട്ട് വരാൻ തുടങ്ങി മോളിൽ. അങ്ങനെ മൊത്തം ഇല്ല, കയ്പ മൊത്തം ഒലിച്ചു പോയി. അപ്പൊ ഞാൻ കാറ് സൂര്യയുടെ വീട്ടിലിട്ടുണ്ട്. അപ്പൊ സൂര്യയുടെ വീട്ടുകാരും ഇവിടെ വിളിച്ചിട്ട് വെള്ളം കയറാന്നുള്ള രീതിക്ക് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരോട് ബൈക്ക് എടുത്ത് ഇങ്ങോട്ട് പോരെ ചെയ്ത്. ബൈക്ക് എടുത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റണല്ലോ. അങ്ങനെ ഇവിടെ ഈ പാടത്തൊക്കെ വെള്ളം കയറി. ആ ബൈക്ക് അപ്പുറം വെച്ച് ഇവരാണെങ്കിൽ ഇവർക്ക് ഇവിടുന്ന് കടക്കാൻ പറ്റണല്ലോ. ഇവന്റെ വീട്ടിൽ കൂടെ വെള്ളം വന്ന് കടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ എനിക്കാണെങ്കിൽ അവിടെ പ്രളയമൊക്കെ വന്ന് മുമ്പ് പരിചയമുള്ള എനിക്ക് തോന്നി. കാരണം അങ്ങനെ ഒരു സെറ്റപ്പിൽ പുഴയും കാര്യങ്ങളൊക്കെ എനിക്ക് പോലും അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു വീഡിയോ എടുക്കണ വെച്ചാൽ എനിക്ക് പോലും അവിടുന്ന് വരാം. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്തിട്ട് പിന്നെ എന്താ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ എന്താ പറ്റിയത്? ഇപ്പൊ ഇവരെ രക്ഷിച്ചു. ഇവിടുന്ന് റോപ്പൊക്കെ കെട്ടി വടവൊക്കെ കെട്ടി ഇവരെ വീട്ടുകാരൊക്കെ കുറച്ചുപേര് ഇപ്പുറത്തോട്ടാക്കി. അപ്പൊ 2 നായ്ക്കുട്ടികള് അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അതിനെടുത്തോണ്ട് തന്നെ രീതിക്ക് 2 മാന്തി. അപ്പൊ TT എടുക്കേണ്ടി വന്നു. ഇവിടെ ബ്ലഡ് ഒക്കെ വന്നു. സഹജീവികളോടുകൂടി നിങ്ങൾ സഹിഷ്ണുതയുള്ള ഒരു അങ്ങനെയുള്ള എല്ലാവരും രക്ഷിക്കുമ്പോ എല്ലാവരും രക്ഷിക്കണമല്ലോ. അല്ലാണ്ട് നമ്മ മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല. അവര് നോക്കി ഇന്നലെ അങ്ങനെ തന്നെ പോയി. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,